വർക്കിംഗ് ഓഫ് 8259 ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8259ൻ്റെ പിൻ ഡയഗ്രത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് 8259 8086 യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതെന്നാണ്. എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഇൻ്ററപ്റ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് 8259ഉം 8086ഉം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന 8085നെ 8086 എന്ന് തിരുത്തി നിങ്ങൾ എഴുതേണ്ടതാണ്. രണ്ടിടത്തും ഒരേപോലെ ആണെങ്കിൽ പോലും വ്യത്യാസം നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ സിലബസിലുള്ളത് 8086 മാത്രമാണ്. സോ എക്സാമിന് ചോദിക്കുന്നതും ആ രീതിയിലായിരിക്കും. അപ്പോൾ 8086 എന്ന് തിരുത്തി എഴുതുക. ഓക്കെ. First, the 8259 should be programmed by sending initialization command word and operational command word. അത് രണ്ട് കമാൻഡ് വേർഡുകൾ 8259 ഉപയോഗിക്കണം. അതുപയോഗിച്ചിട്ട് 8259നെ പ്രോഗ്രാം ചെയ്യണം. അത് ഇനീഷ്യലൈസേഷൻ കമാൻഡ് വേർഡും ഓപ്പറേഷണൽ കമാൻഡ്, ആദ്യം ഇനീഷ്യലൈസ് ചെയ്യണം, അതിനുശേഷം അതിന് ഓപ്പറേഷന് റെഡിയാക്കുന്ന തരത്തിലുള്ള കമാൻഡുകൾ യൂസ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് കമാൻഡ് വേർഡുകൾ ഉപയോഗിച്ച് ആദ്യം ഇതിനെ പ്രോഗ്രാം ചെയ്യണം. ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കമാൻഡിങ്ങിലൂടെ, ഈ രണ്ട് കമാൻഡിങ്ങിലൂടെയാണ് ഏത് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ് ആണ്, ഏത് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐദർ ലെവൽ ട്രിഗേർഡ് ഓർ എഡ്ജ് ട്രിഗേർഡ്, ലെവൽ ട്രിഗേർഡ് ആണോ എഡ്ജ് ട്രിഗേർഡ് ആണോ എന്നൊക്കെ ഇതിൽ തീരുമാനിക്കുന്നതാണ്. കൂടാതെ ഏത് പ്രോസസ്സർ, നമ്മൾ പറഞ്ഞു 8085 8086 ഇതിനെ ഇൻ്റർഫേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഏത് പ്രോസസ്സറാണെന്ന് കൂടെ ഈ ഒരു രണ്ട് കമാൻഡ് പോകുമ്പോഴാണ് 8259 മനസ്സിലാകുന്നത്. അപ്പോൾ അതിൽ 8285 ആണോ 8086 ആണോ എന്ന് അറിയിക്കും. കൂടാതെ കോൾ അഡ്രസ്സ് ആൻഡ് ഇറ്റ്സ് ഇൻ്റർവൽ. കോൾ അഡ്രസ്സ് എന്നാൽ ഒരു ഇൻ്ററപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻ്ററപ്റ്റ് ഒരു സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ സർവീസ് റൂട്ടീൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് കോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൾ അഡ്രസ്സും പിന്നെ അതിനിടയിലുള്ള ഇൻ്റർവൽ ടൈം എത്രയാണെന്ന് കാണിക്കുന്നതാണ്. അതൊന്നെങ്കിൽ 4 അല്ലെങ്കിൽ 8 ആയിരിക്കും. പിന്നെ മാസ്കിങ് ഓഫ് ഇൻ്ററപ്റ്റ്, അതായത് ഏതൊക്കെ ഇൻ്ററപ്റ്റിനെ മാസ്ക് ചെയ്യണം, ഏതിനെയൊക്കെ മാസ്ക് ചെയ്യാൻ പാടില്ല. മാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിസേബിൾ ചെയ്യുക, അൺമാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും 8086ന് അത് കൊടുക്കുകയും 8086 അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ മാസ്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, അൺമാസ്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നീടുള്ളത് പ്രയോറിറ്റി ഓഫ് ഇൻ്ററപ്റ്റ്. ഒരുപാട് ഇൻ്ററപ്റ്റുകൾ വരും. അപ്പോൾ അതിൽ ഏതിനെയാണ് ആദ്യം കൊടുക്കേണ്ടത്, അതും ഈ രണ്ട് കമാൻഡുകളുടെ പ്രോഗ്രാമിങ്ങിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് എൻഡ് ഓഫ് ഇൻ്ററപ്റ്റ്സ്, ഏത് ടൈപ്പ് ഇൻ്ററപ്റ്റാണ്, അതിൻ്റെ ടൈപ്പ് നമ്പർ കാണും, അത് ഏത് ടൈപ്പാണെന്നും കൂടെ ഇതിൽ ഈ ഒരു രീതിയിൽ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വൺസ് 8259 ഈസ് പ്രോഗ്രാം, ഇറ്റ് ഈസ് റെഡി ഫോർ അക്സെപ്റ്റിംഗ് ഇൻ്ററപ്റ്റ് സിഗ്നൽ. അതായത് ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് 8259 റെഡിയായി. അത് ഇൻ്ററപ്റ്റ് സിഗ്നൽ വരുന്നതും കാത്ത് അത് റെഡിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ ആ രണ്ട് പ്രോഗ്രാമിങ്ങിലൂടെ കൊടുക്കുന്നതാണ്. വെൻ ഇറ്റ് റിസീവ്സ് ആൻ ഇൻ്ററപ്റ്റ് ത്രൂ എനി വൺ ഓഫ് ദ ഇൻ്ററപ്റ്റ് ലൈൻസ് IR0 to IR7, ഇറ്റ് ചെക്സ് ഫോർ ഇറ്റ്സ് പ്രയോറിറ്റി. IR0 മുതൽ IR7 വരെയുള്ള പിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ഇവിടെ കാണുന്ന IR0 മുതൽ IR7 വരെയുള്ള പിന്നുകളുണ്ട്. അപ്പോൾ ആ പിന്നുകളിൽ വരുന്ന സിഗ്നലുകളെ ഇത് നോട്ട് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സിഗ്നൽ അതുവഴി വരുന്നുണ്ടെങ്കിൽ അതിനെ ഇത് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ പ്രയോറിറ്റി ഇത് ചെക്ക് ചെയ്യും. ഇത് ഏറ്റവും പ്രയോറിറ്റി ഉള്ളതാണെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ 8086ലേക്ക് അയക്കണം. കുറഞ്ഞ പ്രയോറിറ്റി ആണെങ്കിൽ അതിനെ ക്യൂവിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻ്ററപ്റ്റിനെ 8086ലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് മാസ്ക് ചെയ്യേണ്ടതാണോ അതോ മാസ്ക് ചെയ്യേണ്ടാത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്യുന്നതാണ്. ഇഫ് ദ പ്രീവിയസ് ഇൻ്ററപ്റ്റ് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ഇഫ് ദ കറണ്ട് റിക്വസ്റ്റ് ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി ആൻഡ് അൺമാസ്ക്ഡ് ദെൻ ഇറ്റ് ഈസ് സെർവ്ഡ്. അതായത് ഇപ്പോൾ ഒരു ഇൻ്ററപ്റ്റ് കിട്ടി, അതിന് മുമ്പ് കിട്ടിയിരുന്ന ഇൻ്ററപ്റ്റിനെ എല്ലാം 8086ൽ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻ്ററപ്റ്റിന് ഹൈ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ കടത്തിവിടുക. അത് അൺമാസ്ക്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കടത്തിവിടുക. ഫോർ സർവീസിങ് ദിസ് ഇൻ്ററപ്റ്റ് ദ 8259 വിൽ സെൻഡ് ഇൻ സിഗ്നൽ ടു ഇൻ്റർ പിൻ ഓഫ് 8086. അപ്പോൾ ഇതിനുവേണ്ടി 8259 ഇൻ്റ് എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. ആ ഇൻ്റ് പിന്നിലൂടെ 8086 ഇൻ്റർ പിന്നിലേക്കായിരിക്കും അയക്കുക. നമുക്ക് ആർക്കിടെക്റ്റ് നോക്കാം.
അതിൻ്റെ ഇൻ്റർഫേസിങ് ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് കാണാം ഇൻറ്റ് പിന്നുമായിട്ട് കാണിച്ചു. അപ്പോൾ ഒരു ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇൻറ്റ് പിന്ന് വഴി ഇൻറ്റാറിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ് ഇൻ റെസ്പോൺസ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റാർ പിന്നിലൂടെ 8086 ഒരു ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ്സർ റെസ്പോണ്ട് ചെയ്യുന്നത് അക്നോളജ്മെൻറ്റ് സിഗ്നൽ വഴിയാണ്. ഒരു അക്നോളജ്മെൻറ്റ് സൈക്കിളിനെ എക്സിക്യൂട്ട് ചെയ്യും. അത് ആക്റ്റീവ് ലോ ആണ്. ഇൻഡേ ബാർ എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ആക്റ്റീവ് ലോ സിഗ്നലിനെ തിരിച്ച് 8259 അയക്കും. അത്തരത്തിൽ 3 ഇൻഡേ സിഗ്നലിനെയാണ് ഓരോന്നായിട്ട് പ്രൊസസ്സർ 8259 അയക്കുന്നത്. അപ്പോൾ 3 സിഗ്നലും കിട്ടുമ്പോഴും ഓരോ സിഗ്നലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസ്പോൺസും 8259 അയക്കുന്നതാണ്. ആദ്യത്തെ അക്നോളജ്മെൻറ്റ് സൈക്കിൾ ലഭിക്കുമ്പോൾ കോൾ ഓപ്പ് കോഡിനെ അയക്കുന്നതാണ്. കോൾ ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ അത് മെഷീൻ ലാംഗ്വേജിലുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അതായത് ഇൻസ്ട്രക്ഷന് കോളിൻ്റെ ഓപ്പ് കോഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിനെയാണ് അവിടേക്ക് അയക്കുക. രണ്ടാമത്തെ അക്നോളജ്മെൻറ്റ് സൈക്കിൾ വരുമ്പോൾ അതിന് റെസ്പോൺസായിട്ട് കോൾ അഡ്രസ്സ് അയക്കും. ആ അഡ്രസ്സ്, അതായത് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷൻ്റെ ലോ ബൈറ്റ് അയക്കും. മൂന്നാമതും ഒരു ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സൈക്കിൾ വരുമ്പോൾ അപ്പോൾ മാത്രമാണ് ഹൈ ബൈറ്റ് ഓഫ് കോൾ അഡ്രസ്സിൻ്റെ ഹൈ ബൈറ്റിനെ അയക്കുന്നത്. വൺസ് ദ പ്രൊസസ്സർ റിസീവ് ദ കോൾ ഓപ്പ് കോഡ് ആൻഡ് ഇറ്റ്സ് അഡ്രസ്, ഇറ്റ് സേർവ്സ് ദ കണ്ടൻറ്റ് ഓഫ് പ്രോഗ്രാം. അതായത് പ്രൊസസ്സറിന് ഈ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ ഉടനെ, ഈ 3 കാര്യങ്ങളും പ്രൊസസ്സറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രൊസസ്സറിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അത് സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യുന്നു. ശേഷം ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന കോൾ അഡ്രസ്സിനെല്ലാം പി സിയിലേക്ക് അത് വീണ്ടും പ്രോഗ്രാം കൗണ്ടറിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് അവിടുന്ന് അത് ടെർമിനേറ്റ് ആയതിനു ശേഷം മാത്രമാണ് സ്റ്റാക്കിൽ നിന്നും ആ ഡേറ്റയെ, നേരത്തെ ഉണ്ടായിരുന്ന പ്രോഗ്രാം കൗണ്ടറിലെ ഡേറ്റയെ തിരിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ വർക്കിംഗ്. ഇനിയും അതിൻ്റെ ബേസിക്കായിട്ടുള്ള 8259 ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക 8259 ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചർ വരയ്ക്കാനായിരിക്കും. രണ്ടും സെയിം ആണ്. ഇൻ്റർഫേസിങ് ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഡയഗ്രാം ആയിരിക്കും നിങ്ങൾ വരയ്ക്കേണ്ടത്. അത് വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഫങ്ഷണലാണ്. ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ഇവിടെ 8 ഫങ്ഷണൽ ബ്ലോക്കാണുള്ളത്. 8 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫിഗറിലേക്ക് തന്നെ നേരിട്ട് പോകാം. കൺട്രോൾ ലോജിക് ഉണ്ട്, ISR ഉണ്ട്, പ്രയോറിറ്റി റിസോൾവർ, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ഉണ്ട്, ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഉണ്ട്, കാസ്കേഡ് ബഫർ ഉണ്ട്, റീഡ് ഓർ റൈറ്റ് ലോജിക് ഉണ്ട്, ഡേറ്റാബേസ് ഉണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്. മൊത്തം 8 ഫങ്ഷണൽ ബ്ലോക്കുകളാണ് 8259 ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾ ലോജിക്. For servicing interrupt, the 8259 will send in signal to intar pin of 8085. ഇപ്പോൾ സർവീസിങ് ഇൻറ്ററപ്റ്റിൽ വരുന്നത് 8259 ഇൻ സിഗ്നൽ വഴി 8086 ഇൻറ്റാർ സിഗ്നലിലേക്ക് ഇൻറ്ററപ്റ്റിനെ അയക്കുന്ന സർവീസാണ് ഇവിടെ കൺട്രോൾ ലോജിക്കിൽ വരുന്നത്. വെൻ ദ പ്രൊസസ്സർ അക്സെപ്റ്റ് ദ ഇൻറ്ററപ്റ്റ് ഇറ്റ് സെൻസ്, അതായത് പ്രൊസസ്സർ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റുകളെ അയക്കുന്നുണ്ട് 1 by 1 ആയിട്ട്. അതെല്ലാം ഈ കൺട്രോൾ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് റെസ്പോണ്ടായിട്ട് 3 സിഗ്നലുകൾ, ആദ്യത്തേന് കറസ്പോണ്ടിങ് ആയിട്ട് കോൾ ഓഫ് കോഡ്, രണ്ടാമത്തേന് ലോ ബൈറ്റ് ഓഫ് കോൾ അഡ്രസ്, മൂന്നാമത്തേന് ഹൈ ബൈറ്റ് ഓഫ് കോൾ അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ റെസ്പോണ്ടായിട്ട് അയക്കുന്നതാണ്. അതെല്ലാം ഈ കൺട്രോൾ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വൺസ് ദ പ്രൊസസ്സർ റിസീവ്സ്, ഇപ്പോൾ ഈ പ്രൊസസ്സർ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറിലുണ്ടായിരുന്ന കാര്യങ്ങളെ സ്റ്റാക്കിൽ സേവ് ചെയ്യുന്നു. പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നതിനെ പ്രോഗ്രാം കൗണ്ടറിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങൾ തന്നെയാണ് കൺട്രോൾ ലോജിക് എന്ന ഫങ്ഷണൽ ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. പിന്നെ ഡേറ്റാ ബസ് ബഫർ. ഡേറ്റാ ബസ് ആൻഡ് ഇറ്റ്സ് ബഫർ ആർ യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് ആക്ടിവിറ്റി. അപ്പോൾ ഡേറ്റാ ബസ്സും ബഫറും വരുന്നുണ്ട് ഇതിലെ ഒരു ഫങ്ഷണൽ ബ്ലോക്കായിട്ട്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രൊസസ്സർ സെൻസ് കൺട്രോൾ വേർഡ് ടു ഡേറ്റാ ബസ് ബഫർ ത്രൂ D0 D7. കൺട്രോൾ വേർഡ് നമ്മൾ ആദ്യം പറഞ്ഞു, 2 കൺട്രോൾ വേർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കൺട്രോൾ വേർഡിനെ അയക്കുന്നത് പ്രൊസസ്സറിൽ നിന്നും 8259 അയക്കുന്നത് അതിൻ്റെ ഡേറ്റാ ബസ്സിലൂടെയാണ്. D0 to D7 എന്ന ബസ്സിലൂടെയാണ്. പ്രൊസസ്സർ റീഡ് സ്റ്റാറ്റസ് വേർഡ് ഫ്രം ഡേറ്റാ ബസ് ബഫർ ത്രൂ D0 D7. പ്രൊസസ്സർ ഈ D0 D7 വരുന്നതിനെ അത് റീഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് അത് റീഡ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ ഡേറ്റാ ബസ് ബഫർ ദ 8259 കോൾ ഓപ്പ് കോഡ്
ആൻഡ് അഡ്രസ് ത്രൂ D0 D7 ടു ദ പ്രൊസസ്സർ. തിരിച്ച് ഇതേ D0 ടു D7 8259 കോൾ ഓഫ് കോഡ് നെയിം കൊണ്ടുപോകുന്നത്. പിന്നീട് റീഡ് റൈറ്റ് ലോജിക്, റീഡ് ലോജിക്കും റൈറ്റ് ലോജിക്കുമുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അത് പ്രൊസസ്സർ യൂസസ് RD law, WR law, A0 to read or write 8259. 8259 റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന 3 ഭാഗങ്ങളാണ് RD. 3 പിന്നുകളുണ്ട്, RD, WR, A0. അത് നമ്മൾ ഇത് മുമ്പ് ഇതിൻ്റെ പിൻ ഡയഗ്രാം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. 8259 ഈസ് സെലക്റ്റഡ് ബൈ CS. 8259 ചൂസ് ചെയ്യുന്നത് ചിപ്പ് സെലക്ട്, ആ ചിപ്സിനെ സെലക്ട് ചെയ്യുന്നത് CS എന്ന് പറയുന്ന പിൻ വഴിയാണ്. അടുത്തത് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ. ദ IRR ഹാസ് 8 ഇൻപുട്ട് പിൻസ്, ഇൻപുട്ട് ലൈൻസ്. ഇൻപുട്ട് റിക്വസ്റ്റ് രജിസ്റ്ററിൽ 8 പിന്നുകളാണുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 8 ഇൻട്രപ്റ്റുകളാണ് 8259 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ചിപ്പിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിലും 8 പിന്നുകളാണ് ഇവിടെയും ഉള്ളത്. വെൻ ദീസ് ലൈൻസ് ഗോ ഹൈ ദ റിക്വസ്റ്റ് ഈസ് സ്റ്റോർഡ് ഇൻ IRR. ഇത് ആക്റ്റീവ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഹൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടെന്നാണ്. ഹൈ ഇല്ല എങ്കിൽ അത് 0 ആണെങ്കിൽ ഇൻട്രപ്റ്റ് ഇല്ല എന്നാണ്. ഇറ്റ് രജിസ്റ്റേഴ്സ് എ റിക്വസ്റ്റ് ഓൺലി ഇഫ് ദ ഇൻട്രപ്റ്റ് ഈസ് അൺമാസ്ക്ഡ്. അതായത് അൺമാസ്ക്ഡ് ആണെങ്കിൽ മാത്രം, അതായത് അതിനെ തടഞ്ഞു വെച്ചിട്ടില്ല എങ്കിൽ മാത്രമേ ഇത് കടത്തിവിടുകയുള്ളൂ. നോർമലി IR0 ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി വരുന്നത് IR0 വരുന്ന ഇൻട്രപ്റ്റിനായിരിക്കും. IR7 ലോവർ പ്രയോറിറ്റി ആയിരിക്കും. ദ പ്രയോറിറ്റീസ് ഓഫ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഇൻപുട്ട് ആർ ഓൾസോ പ്രോഗ്രാമബിൾ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഇതിൻ്റെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. Interrupt mask register store the masking bits of the interrupt lines to be masked. അപ്പോൾ മാസ്ക് ചെയ്യേണ്ട ഇൻട്രപ്റ്റിൻ്റെ മാസ്കിംഗ് ബിറ്റുകൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് സെൻഡ് ബൈ ദ പ്രൊസസ്സർ ത്രൂ OCW. റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളെ നമ്മൾ അയക്കുന്നതാണ്. ഇൻ സർവീസ് രജിസ്റ്റർ. ദ ഇൻ സർവീസ് രജിസ്റ്റർ കീപ്സ് ട്രാക്ക് ഓഫ് വിച്ച് ഇൻട്രപ്റ്റ് ഈസ് കറൻ്റ്ലി ബീങ് സർവീസ്ഡ്. അപ്പോൾ 8259 ഒരു രജിസ്റ്ററാണ് ഇൻ സർവീസ് രജിസ്റ്റർ. അപ്പോൾ ഈ രജിസ്റ്റർ ഇപ്പോൾ കറൻ്റ്ലി ഏത് ഇൻട്രപ്റ്റിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ ഇത് ട്രാക്ക് ചെയ്യും. അതിൻ്റെ സ്റ്റാറ്റസ് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പ്രയോറിറ്റി റിസോൾവർ എക്സാംസ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മാസ്ക് ഇൻ സർവീസ് രജിസ്റ്റർ ആൻഡ് ഡിറ്റർമൈൻസ് വെദർ ഇൻ സിഗ്നൽ ഷുഡ് ബി സെൻഡ് ടു ദ പ്രൊസസ്സർ ഓർ നോട്ട്. അപ്പോൾ ഈ പ്രയോറിറ്റി റിസോൾവറിൽ നിന്ന് വഴിയാണ് ഏത് ഇൻട്രപ്റ്റിനാണ് പ്രയോറിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത്, ഏതിനെയാണ് പ്രൊസസ്സറിലേക്ക് അയക്കേണ്ടത്, പ്രൊസസ്സറിലേക്ക് അതിനെ അയക്കണോ, അതിനിപ്പം മാസ്ക് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അപ്പോൾ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഏത് ഇൻട്രപ്റ്റിനെയാണ് എപ്പോഴാണ് അയക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രയോറിറ്റി റിസോൾവർ എന്ന ഫങ്ഷണൽ ബ്ലോക്കാണ്. Cascade buffer or comparator. Cascade buffer or comparator is used to expand the interrupts of 8259. ഇപ്പോൾ 8 ഇൻട്രപ്റ്റിനേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് 8259 കസ്കേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കസ്കേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്കേഡ് ബഫർ അല്ലെങ്കിൽ കമ്പാരേറ്ററിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 8259 പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു മൊഡ്യൂൾ തുടങ്ങാം. 3rd മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.